ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട മുരാരി ബാബുവിന്റെ രാജി NSS എഴുതി വാങ്ങി. NSS പെരുന്നാക്കരയോഗം വൈസ് പ്രസിഡന്റായിരുന്നു മുരാരി ബാബു. വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, മുരാരി ബാബുവിനെതിരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രതിപട്ടികയിൽ അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്ന നടപടി, ഇതിനൊക്കെ ഇടയിൽ NSS കൂടി നടപടി സ്വീകരിക്കുന്നു. രാജി NSS എഴുതി വാങ്ങുന്നു. വിവരങ്ങൾ എന്താണ് ടോബി ജോൺസൺ? ഇത് രാജി എഴുതി വാങ്ങിയതാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ സുകുമാരൻ നായരുമായി സംസാരിച്ചതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ആരൊക്കെ തെറ്റ് ചെയ്താലും അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു വാക്കാണ് അന്ന് പറഞ്ഞത്. സർക്കാർ കൃത്യമായി ഇടപെട്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് മുരാരി ബാബുവിന്റെ പേര് ഉയർന്നു വന്നത്. NSSന്റെ പെരുന്നാ കരയോഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. ആ പെരുന്നാ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സുകുമാരൻ നായർ നേരിട്ട് ബന്ധപ്പെട്ട് ഇയാളോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച മുരാരി ബാബു രാജി നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് ഞായറാഴ്ച ചേർന്ന പൊതുയോഗം ഇതിന് അംഗീകാരം നൽകുകയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും സുകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആരോപണങ്ങൾ മുരാരി ബാബുവിനെതിരെ ശക്തമായി ഉണ്ടാകുകയും നടപടികൾ വരികയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് രാജിയിലേക്ക് പോകണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബു രാജിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ NSS അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ കൊള്ള നടത്തിയാലും അവർക്കെതിരെയെല്ലാം ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ഒരു നിലപാട് കൂടി NSS മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പെരുന്നയിലുള്ള അല്ലെങ്കിൽ പെരുന്നാ കരയോഗത്തിൽ അംഗമായിട്ടുള്ള മുരാരി ബാബുവിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കരയോഗത്തിൽ നിന്നുമുള്ള ഒരു രാജിയല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും, അതായത് അധികാര പദവിയിൽ നിന്നും രാജിവെക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതാണ് ഇപ്പോൾ ചെയ്തതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന മുരാരി ബാബുവിന്റെ രാജി എഴുതി വാങ്ങി NSS നേതൃത്വം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.